ഹായ്. നമുക്ക് SCERT എക്സാം ഉണ്ടായിരുന്നു ഇന്ന് ല്ലേ? അതായത് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്നുള്ള ആ ഒരു ചാപ്റ്ററിന്റെ പാർട്ട് 2 നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ എക്സാം അത് കഴിഞ്ഞിട്ട് ലക്ഷ്യ ടെലഗ്രാം ചാനലിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ കീയും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ആൻസർ കീ ഒക്കെ നോക്കിയോ? എന്താണ്, എങ്ങനെയാണ് മാർക്ക്, 20 മാർക്ക് നേടാൻ കഴിഞ്ഞോ, എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളന വേദി തെരഞ്ഞെടുക്കാനാണ്. ഏതായിരുന്നു സമ്മേളന വേദി? 1929 ലാഹോർ ആയിരുന്നു അല്ലെ? ലാഹോർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗാന്ധി സിവിൽ നിയമ ലംഘനത്തിന്റെ ഭാഗമായി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന വർഷം തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. 1930 ഏപ്രിൽ 6-ന്. ഇനി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? അതും നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു. ദിശയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിട്ട് വേണം നമ്മൾ മനസ്സിൽ കൊണ്ടുവരാന്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊക്കെ പറഞ്ഞു അല്ലെ? വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇന്ത്യ ആലോചിക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് കിട്ടും വടക്ക് പടിഞ്ഞാറ് എന്നുള്ളത് എവിടെയാണെന്നുള്ളതൊക്കെ. അപ്പൊ എന്ത് ചെയ്യാം, ഇത് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഇനി ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1931 മാർച്ച് 6-നാണ് അല്ലെ? മാർച്ച് 6-നാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയുത്തരം നൽകുക. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1929 ആണോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലെ? കാരണം എന്താ, 1930 എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 30, 31, 32 അങ്ങനെയായിരുന്നു അല്ലെ? 3 സമ്മേളനങ്ങള്. പിന്നെ ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല, ശരിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു, അതും ശരിയാണ് അല്ലെ? ഇനി മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വർഷം തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നു? 1947-ലാണ്. ഓക്കെ, ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ ആയിരുന്നു, നമ്മൾ പഠിച്ചതാണ്. ക്യാബിനറ്റ് മിഷനിൽ ഉൾപ്പെടാത്ത വ്യക്തിത്വത്തെ തിരിച്ചറിയുക. ആരാണ്? സ്റ്റഫോർഡ് ക്രിപ്സ് ഉണ്ട്, എവി അലക്സാണ്ടർ ഉണ്ട്, പെത്വിക് ലോറൻസ് ഉണ്ട്. ഉൾപ്പെടാത്തത് ആരാണ്? ലിൻ ലിത്തുക്കോ. ഇനി സിംല കോൺഫറൻസ് നടന്ന വർഷം രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1945. അടുത്തത് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയുത്തരം നൽകുക. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ എന്ത് ചെയ്യാണ്, നേതൃത്വം ആരേറ്റെടുക്കുകയാണ്? നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. പക്ഷെ നേതൃത്വം ഏറ്റെടുത്തത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. INA-യിൽ റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ വനിതാ വിഭാഗം പ്രവർത്തിച്ചിരുന്നു, അതും പറഞ്ഞതാണ്. മലയാളിയായിരുന്ന വക്കം അബ്ദുൽ ഖാദർ INA-യിലെ അംഗമായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി സുഭാഷ് ചന്ദ്രബോസിന്റേതാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയുത്തരം നൽകുക. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായിരുന്നു, ശരിയാണ് അല്ലെ? ഇന്ത്യയിലെ നേതാക്കന്മാരെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കുന്നതിൽ ക്രിപ്സ് വിജയിച്ചു, ശരിയാണോ? അല്ല അല്ലെ? നാവിക കലാപം നടന്ന വർഷം ഏതെന്ന് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1946 ഫെബ്രുവരി 18-നാണ് നാവിക കലാപം നടന്ന വർഷം. 1946 ഫെബ്രുവരി 18. ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഏതായിരുന്നു? AITUC അല്ലെ? AITUC. ഓക്കെ, ഇനി അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകൃതമായത് എന്ന്? അഖിലേന്ത്യാ കിസാൻ സഭ നമ്മൾ പഠിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നാണ് രൂപീകൃതമായത്? 1936-ലാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയുത്തരം നൽകാനാണ്. 1920-കളിൽ കർഷകർ കിസാൻ സഭകൾ രൂപീകരിച്ച് സംഘടിച്ചു തുടങ്ങി. 1920-കളിൽ കർഷകർ കിസാൻ സഭകൾ രൂപീകരിച്ച് സംഘടിച്ചു തുടങ്ങി. അത് ശരിയാണോ? ശരിയാണ് അല്ലെ? ഓക്കെ, നമ്മൾ പറഞ്ഞു. ഇനി ഇതേ കാലയളവിൽ ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെട്ടു.
ഓക്കെ, അതും എന്താണ്, ശരിയായിട്ടുള്ളതാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ജയപ്രകാശ് നാരായണൻ ആയിരുന്നു അല്ലെ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ജയപ്രകാശ് നാരായണൻ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം എന്നാണെന്ന് തെരഞ്ഞെടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ അതിൽ പറയുന്നുണ്ട് അല്ലെ. 1717 എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ രൂപീകരണവുമായി ബന്ധമുള്ള വ്യക്തിയെ തിരിച്ചറിയുക. ആരായിരുന്നു? ഭഗത് സിംഗ് ആണ് അല്ലെ. ഭഗത് സിംഗ് ആണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, അതായത് HSRA നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെ രൂപീകരണവുമായി ബന്ധമുള്ള വ്യക്തി ആരായിരുന്നു? ഭഗത് സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും 20ൽ 20 മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. പഠിച്ചിട്ടുണ്ടാവും, എല്ലാം മാർക്ക് 20 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ശരി. പിന്നെ ഇനി ഇന്ന് ഞാൻ എന്നും പറയുന്നത് പോലെ ഇന്ന് ഈ പഠിച്ചത് മുഴുവൻ കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. ഇന്ന് പഠിച്ച മുഴുവൻ ഭാഗങ്ങളും കേട്ടോ. എന്നിട്ട് അതിനുശേഷം വേണം നാളെ ക്ലാസ് നമ്മൾ പഠിക്കാൻ തുടങ്ങുമല്ലോ നാളെ രാവിലെ. അപ്പൊ ആ ഒരു സമയത്ത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. അതിനുശേഷം വേണം അടുത്ത പുതിയ കാര്യം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.